എനിക്ക് നിൻ്റെ നാട്ടിലുള്ള ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു. അവിടെ ചെയ്ത സീലിംഗ് അടർന്ന് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ സീലിംഗ് പെട്ടെന്ന് അടർന്ന് വീഴാൻ കാരണം ഒരു 1 ഇയർ ഒരു 1.5 ഇയർ ആയിട്ടുള്ള ബാങ്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ഗ്രാമീൺ ബാങ്കാണ്. കസ്റ്റമർ ഇരിക്കുന്ന ലോഞ്ചിൻ്റെ മുകളിലായിട്ടാണ് ഈ സംഭവം വീണിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വീഴാൻ കാരണം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മുകളിൽ RCC സ്ലാബിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു 10 mm ഹാങ്ങർ ബോൾട്ട് ഇട്ട് ചെയ്യുന്നൊരു സപ്പോർട്ട്. അത് അവർ ചെയ്തിട്ടുള്ളത്, മുന്നേ ചെയ്ത ടീം ആരാണെന്ന് എനിക്കറിയില്ല, അവർ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ സീലിങ്ങിന് കൊടുക്കുന്ന നോർമൽ സ്ക്രൂ വെച്ചിട്ട് ആ എൽ ചാനൽ മുകളിൽ സ്ലാബിൽ എന്ത് ചെയ്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു. വേറൊരു സപ്പോർട്ടും കാര്യങ്ങളും അതിന് വേറെ കൊടുത്തില്ല. ഒരു സ്ക്രൂമ് മാത്രം അത്രയും വെയിറ്റുള്ള സീലിംഗ് എങ്ങനെ നിൽക്കാനാണ്? 1 mm ബോൾട്ടാക്കി മാറ്റി റീവർക്ക് ചെയ്തിട്ടാണ് അവിടുത്തെ ഇഷ്യൂ ഫുള്ള് ക്ലിയർ ചെയ്തത്. അവിടുത്തെ ചാനൽ കംപ്ലൈൻ്റ് ആയി, ബോർഡ് വീണത് സമയത്ത് കംപ്ലൈൻറ്റുകളായി, ഒരുപാട് നഷ്ടം അവിടെ വന്നത്. അപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. എനിക്കറിയില്ല ഏത് ടീമാണ് ചെയ്തതെന്നുള്ളത്, പക്ഷെ ആ വർക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പണി അറിയാത്ത ആരോ ചെയ്ത വർക്കാണ്.